ഇസ്രയേൽ ഗാസ വെടിനിർത്തൽ ചർച്ചകൾക്കിടയിൽ കരാറിലെ ബന്ദി കൈമാറ്റം അംഗീകരിച്ചതായി ഹമാസ്. ദോഹ ചർച്ചയിൽ വേണ്ടത്ര പുരോഗതിയില്ലെന്ന റിപ്പോർട്ടുകൾക്കിടെയാണ് ഹമാസിന്റെ ഈ വിശദീകരണം. പൂർണ്ണ യുദ്ധവിരാമം, സൈനികരുടെ പിന്മാറ്റം, ഗാസയിലെ സഹായ വിതരണം എന്നീ കാര്യങ്ങളിൽ ഭിന്നത പരിഹരിക്കാനുള്ള നീക്കമാണിപ്പോൾ തുടരുന്നതെന്നും ഹമാസ് അറിയിച്ചു. എന്നാൽ ഗാസയിൽ ഹമാസ് ഭരണം അവസാനിപ്പിക്കണമെന്നും ഇസ്രയേലിന്റെ സുരക്ഷ ഉറപ്പാക്കാൻ അമേരിക്കയുമായി ചേർന്ന് നടപടി കൈക്കൊള്ളുമെന്നും നെതന്യാഹു പറഞ്ഞു. അമേരിക്കയിലുള്ള ഇസ്രയേൽ പ്രധാനമന്ത്രി നെതന്യാഹു ഇന്നലെ വീണ്ടും വൈറ്റ് ഹൌസിലെത്തി ട്രംപുമായി ചർച്ച നടത്തിയിരുന്നു. ഗാസയിൽ നിന്ന് പലസ്തീനുകളെ പുറന്തള്ളുന്ന പദ്ധതിക്ക് നെതന്യാഹു വീണ്ടും ട്രംപിന്റെ പിന്തുണ തേടിയെന്നാണ് റിപ്പോർട്ട്. അമേരിക്കയിൽ തുടരാൻ നെതന്യാഹുവിനോട് ട്രംപ് ഭരണകൂടം നിർദ്ദേശിച്ചതായും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഒരാഴ്ചയ്ക്കകം ഗാസയിൽ വെടിനിർത്തൽ കരാർ പ്രാവർത്തികമാകുമെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായി വാഷിംഗ്ടണിൽ നടക്കാനിരിക്കുന്ന കൂടിക്കാഴ്ചയ്ക്ക് മുന്നോടിയായി ട്രംപ് വ്യക്തമാക്കിയിരുന്നു. ബന്ദികളെ വിട്ടയക്കലും വെടിനിർത്തൽ കരാറും ഈ ആഴ്ച തന്നെ നടപ്പിലാക്കുമെന്നും ഇത് ഏതാനും ബന്ദികളുടെ വിട്ടയക്കലിന് വഴി തെളിയിക്കും എന്നുമായിരുന്നു ട്രംപിന്റെ പ്രതികരണം. ഗാസയിൽ സ്ഥിരമായ വെടിനിർത്തൽ നടപ്പിലാക്കാനും ഗാസയിൽ യുദ്ധം അവസാനിപ്പിക്കാനും ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹുവിന് മേൽ സമ്മർദ്ദം ശക്തമായിരിക്കെയാണ് ട്രംപ് നെതന്യാഹു കൂടിക്കാഴ്ച നടക്കുന്നത്. ഗാസയിലെ വെടിനിർത്തലിന് ഇസ്രായേൽ സമ്മതിച്ചെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നേരത്തെ പലതവണ വെളിപ്പെടുത്തിയിരുന്നു. വെടിനിർത്തൽ ചർച്ചകൾക്കിടയിലും ഗാസയിൽ ആക്രമണം രൂക്ഷമാക്കുകയാണ് ഇസ്രായേൽ. ഇന്നലെ മാത്രം 95 പേരാണ് മരണപ്പെട്ടത്. ഇന്ധനക്ഷാമം കാരണം ഗാസയിലെ പ്രധാന ആശുപത്രികളുടെ പ്രവർത്തനവും തടസ്സപ്പെട്ടു. ഗാസയിലെ സംഘർഷത്തിൽ 5 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ മരണനിരക്ക് 10 മടങ്ങ് വർദ്ധിച്ചതായും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഒരു മാസത്തിന് താഴെ പ്രായമുള്ള കുഞ്ഞുങ്ങളുടെ മരണനിരക്ക് 6 മടങ്ങായി ഉയർന്നതായും റിപ്പോർട്ട് പറയുന്നു. ഡോക്ടേഴ്സ് വിത്തൌട്ട് ബോർഡേഴ്സ് പുറത്തുവിട്ട റിപ്പോർട്ടിലാണ് ഈ വിവരങ്ങളുള്ളത്. 2023 ഒക്ടോബർ 7 മുതൽ സർവേയിൽ പങ്കെടുത്ത 2% പാലസ്തീനുകളും മരിച്ചതായാണ് MSF പറയുന്നത്. 7% പേർക്ക് പരിക്കേറ്റതായും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. സ്ഫോടനത്തിലാണ് ഭൂരിഭാഗം പലസ്തീനുകളും കൊല്ലപ്പെട്ടിരിക്കുന്നത്. പാലസ്തീൻ ജീവനക്കാരിൽ നടത്തിയ സർവേയുടെ അടിസ്ഥാനത്തിലാണ് MSF ഈ വിവരങ്ങൾ പുറത്തുവിട്ടത്. ജീവനക്കാരിൽ 48% പേരും വീടുകൾക്ക് നേരെയുണ്ടായ ഇസ്രായേൽ ആക്രമണത്തിൽ മരിച്ചതായാണ് MSF പറയുന്നത്. ഇതിൽ 40% കുട്ടികളായിരുന്നു. ഭൂരിഭാഗവും 10 വയസ്സിന് താഴെയുള്ളവർ. ഗാസയിൽ പ്രതിദിനം 10,000 പേരിൽ 0.41% ആളുകൾ മരിക്കുന്നുണ്ടെന്നും സർവേയിൽ കണ്ടെത്തി. 5 വയസ്സിന് താഴെയുള്ള കുട്ടികളിൽ 0.70% മരണനിരക്കുമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇക്കാലയളവിൽ ഗാസയിലെ സാധാരണമായ മരണക്കേസുകളിലും ഗണ്യമായ വർധനവ് ഉണ്ടായിട്ടുണ്ട്. പകർച്ചവ്യാധി, ജന്മനായുള്ള രോഗങ്ങൾ, പാരമ്പര്യ രോഗങ്ങൾ തുടങ്ങിയവയാണ് ഈ വർധനവ് ഉണ്ടാക്കിയത്. കടുത്ത മാനസിക സമ്മർദ്ദം മുതിർന്നവരിലെ ഉയർന്ന മരണനിരക്കിനും കാരണമായിട്ടുണ്ട്. MSF പറയുന്നതനുസരിച്ച് ഗാസയിൽ 10,000-ലധികം ആളുകൾ അടിയന്തര ചികിത്സയ്ക്കും ശസ്ത്രക്രിയകൾക്കും പുറത്താണ്. കൂടാതെ ഇസ്രയേൽ ആക്രമണത്തിൽ 59% MSF ജീവനക്കാരുടെയും വീടുകൾ പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. 39% ആളുകളുടെ വീടുകൾ ഭാഗികമായും തകർന്നു. ഇവരിൽ 41% പേർ ടെന്റുകളിലാണ് ഇപ്പോൾ താമസിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.